Hi friends, Mr. Anda പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. അപ്പോൾ തമ്പനയിൽ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ടാബ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കവർ പോലും പൊട്ടിച്ചിട്ടില്ല. കിട്ടിയ പാടെ ഞാൻ അൺബോക്സിംഗ് വീഡിയോ ചെയ്യാണ്. ഇപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. 13,999 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ കറൻ്റ് ഓഫർ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ ആമസോണിൻ്റെ 5% ക്യാഷ് ബാക്കിൻ്റെ ഓഫർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ടാബ് അൺബോക്സ് ചെയ്ത് കണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഈ ടാബ് മെയിനായിട്ട് എനിക്ക് വേണ്ടി എടുത്തതല്ല, എൻ്റെ ഒരു കസിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ അവൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ, പിന്നെ ബുക്സ് വായിക്കാൻ, അതേപോലെ തന്നെ വെബ് ബ്രൗസിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 10 ഇഞ്ചിൻ്റെ സ്ക്രീനുള്ള ടാബിന് എടുത്തത്. അപ്പോൾ ഇതാണ് സാധനം, ലെനോവോയുടെ ടാബ് M10 REL എന്ന് പറഞ്ഞ മോഡൽ. നമുക്ക് ഏതായാലും ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടൻസും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കി വെക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിലെ ടാബിൻ്റെ പിക്ചറും അതിൻ്റെ എന്താണ് മോഡലെന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിലുള്ളത് ജസ്റ്റ് ഏതാ മോഡലെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഫുൾ HD ഇതാണ് സ്ക്രീൻ റെസൊല്യൂഷൻ. 25.5 സെൻറ്റിമീറ്ററാണ് സൈസ്. പിന്നെ 8 കോർ പ്രൊസസ്സർ, ക്യാമറ ഫ്രണ്ടും ബാക്ക് ഉണ്ട്, ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയുടെ സിമ്പിൾ ഉണ്ട്, പിന്നെ ഡുവൽ ബാൻഡ് വൈഫൈയുടെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ബാക്കിൽ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഏറ്റവും ക്വാൽകോം സ്നാപ്ഡ്രാഗണിൻ്റെ 450 ഒക്ടോകോർ പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ കൊടുത്തേക്കുന്നത്. 2 ക്യാമറ ഉണ്ട്, ഫ്രണ്ട് 5 മെഗാപിക്സലും ബാക്ക് 8 മെഗാപിക്സൽ ക്യാമറയാണ്. ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ്. 7000 mAh ബാറ്ററിയാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ ഡുവൽ ബാൻഡ് വൈഫൈ ആണ്, 2.5 GHz-ൻ്റെയും 5 GHz-ൻ്റെയും. പിന്നെ ഇതൊക്കെ മോഡൽ അതിൻ്റെ പ്രൈസും പിന്നെ ബാക്കിയുള്ള ഇമ്പോർട്ടേഴ്സിൻ്റെ ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇതെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കാം. കൈ കൊണ്ട് പൊളിക്കൽ നടക്കില്ല. നമുക്ക് ഇവിടെ അൺബോക്സിങ് കത്തിയെടുക്കാം. നല്ല ടൈറ്റ് പാക്കേജിങ് ആണ്. ഓക്കെ, ഇതാണ് സാധനം. പുറത്തേക്ക് എടുത്തു. നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയൊക്കെ ഇതിലെ കണ്ടൻസ്. ഇതിലുള്ളത് ചാർജർ അഡാപ്റ്റർ ഉണ്ട്, പിന്നെ USB കേബിള്. ഇത് നോർമലാണ്, ഇപ്പോൾ C ടൈപ്പ് അല്ല, ചാർജിങ് കേബിള്. പിന്നെ ഇതിലൊന്നുമില്ല. പിന്നെ ഈ ഭാഗത്തുള്ളത് ഒരു സിം ഇജക്ടർ ടൂളാണ്. പിന്നെ ഇതിൻ്റെ മാനുവൽ. ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ചാർജർ കേബിളും ഇതൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ടാബ് പുറത്തേക്ക് എടുത്ത് നോക്കിയേക്കാം. നന്നായിട്ട് നീറ്റ്ലി കവറിലായിട്ട് തരുന്നത് 10 ഇഞ്ചിൻ്റെ ടാബാണിത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇതാണ് സാധനം. ഈ സൈഡിലുള്ളത് ചാർജിങ് പോർട്ട്, ഹെഡ്ഫോൺ പോർട്ട്, പിന്നെ ഇതൊരു മൈക്കാന്ന് തോന്നുന്നു. പിന്നെ അതേ സിമ്മ് ഇടാനുള്ള ട്രേ. മുകളിൽ വരുന്നത് 2 സ്പീക്കേഴ്സ് ഉണ്ട്, ലെഫ്റ്റും റൈറ്റും. പിന്നെ അതേപോലെ ഈ സൈഡിൽ പവർ ബട്ടൺ, വോളിയം റോക്കേഴ്സ്. അപ്പോൾ ഇത് ഡുവൽ സ്പീക്കറാണ്. ബാക്കിലുള്ള ഡോൾബി ഓഡിയോ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ലെനോവോയുടെ ലോഗോ ഉണ്ട്. പിന്നെ കുറച്ച് ഡീറ്റെയിൽസും. ഓണാക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൽ സിം ഇടുന്നുണ്ട്. എൻ്റെ ജിയോ സിമ്മാണ് ഇതിലിടുന്നത്. സിം ഇജക്ടർ ഉപയോഗിച്ചിട്ട് നാനോ സിമ്മാണ് ഇതിലിടുന്നത്. ഇതിൽ എക്സ്പാൻഡബിൾ മെമ്മറിയും ഉണ്ട്. അപ്പോൾ ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. ഫുൾ ഓൺ ചെയ്ത് ഇമെയിൽ ID കൊടുത്ത് സിം ഇട്ട് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഓൺ ചെയ്ത പാടെ ഫസ്റ്റ് തന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ബേസിക് കാര്യം നോക്കി നോക്കാം. അതായത് ഇതിൻ്റെ കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ് നോക്കിയാൽ ഇതിലുള്ളത് Android 9 ആണ് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ. ഇപ്പോൾ ടാബ്ലറ്റ് നോക്കി കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്, ഇപ്പോൾ ഞാൻ ജിയോയുടെ സിം ഇട്ടിട്ടുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ്. റാം 2 GB ആണ്. സ്റ്റോറേജ് 32 GB ആണ്. എക്സ്പാൻഡബിൾ മെമ്മറി ആണ്. നമുക്ക് ഇഷ്ടമുള്ള മെമ്മറി കാർഡ് ഇടാം. സ്നാപ്ഡ്രാഗണിൻ്റെ 450 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഡിസ്പ്ലേ 1920 ആണ്. അതായത് ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ക്യാമറയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് മെഗാപിക്സലും 8 മെഗാപിക്സലും. നമുക്കിത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കിയാൽ ഇതിൽ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട്, ക്യാമറ എങ്ങനെയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ടാബ് എടുക്കുന്നത് ക്യാമറയുടെ ഉദ്ദേശത്തോടെ അല്ല, പക്ഷേ ഫ്രണ്ട് ക്യാമറ എങ്ങനെയുണ്ട്, വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിരിക്കുമോ, അതേപോലെ തന്നെ മൂവീസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ എങ്ങനെയുണ്ട്, ടച്ച് റെസ്പോൺസീവ്നെസ് എങ്ങനെയുണ്ട്, അതൊക്കെ നോക്കി നോക്കാം. അപ്ഡേഷൻ കഴിഞ്ഞിട്ടും ആൻഡ്രോയിഡ് വേർഷൻ 9 തന്നെയാണ്. അപ്പോൾ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് മാത്രമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. നമുക്കിനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കി ഇതിൻ്റെ ബ്രൗസിംഗ് പെർഫോമൻസും ടച്ചൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഇത് 2 GB RAM ആണ് ഇതിൽ. അപ്പോൾ ഇത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മോഡൽ എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അത്യാവശ്യം ചെറിയ ഗെയിംസൊക്കെ കളിക്കാൻ പറ്റുമായിരിക്കും. വലിയ ഹൈ പെർഫോമൻസ് ഗെയിംസ് ഒന്നും ഇതിൽ പറ്റില്ല, കാരണം അത്രയും സ്പേസും ഇല്ല. 32 GB ഉള്ളൂ. എക്സ്പാൻഡ് മെമ്മറി ഇതിലിടാൻ പറ്റും. അപ്പോൾ അത് ഇട്ടാൽ നമുക്ക് ഷെയർഡ് മെമ്മറി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. ഇതിൻ്റെ ക്യാമറ വരുന്നത് മുകളിൽ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് സംസാരിക്കുമ്പോഴും ഈ സൈഡത്തെ ആംഗിളിൽ നിന്നാണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ക്യാമറ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ക്യാമറയുടെ ക്വാളിറ്റി. ഇതാണ് പിക്ചർ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇത് കത്തിയാണ് എടുത്ത് വെച്ചത്. നമുക്ക് ഇതല്ലാണ്ട് കുറച്ച് പിക്ചർ സാമ്പിൾസ് ഞാൻ നോക്കി കാണിച്ചു തരാം. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ലൈവായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ളതാണിത്.
ഇപ്പോൾ ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക് ക്വാളിറ്റിയാണ്. 8 മെഗാ പിക്സലിൻ്റെ ബാക്കും ഫ്രണ്ട് മെഗാ പിക്സൽ ഫ്രണ്ട് 5 മെഗാ പിക്സലാണ്. അപ്പോൾ അത്യാവശ്യം വീഡിയോ കോളിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ നമ്മൾ ടാബ് എടുക്കുന്നത് ഒരിക്കലും ക്യാമറ സെൻട്രിക് ആയിട്ടല്ല. കാരണം അതിൻ്റെ യൂസ് കേസേ വേറെ. കൂടുതലും സിനിമ കാണാനും അതേപോലെ തന്നെ ബ്രൗസിങ്ങിനും അതേപോലെ വായിക്കാനൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുവരെ ഡിസ്പ്ലേ വെച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഡിസ്പ്ലേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. IPS LCD സ്ക്രീനാണ്, ഫുൾ HD സ്ക്രീനാണ്. ടാബ് നല്ല വലുപ്പമുണ്ട്. ഇപ്പോൾ 10 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഇതിലുള്ളത്. എന്നിട്ട് കൂടിയും വല്ലാത്ത ഒരു കയ്യിൽ പിടിക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഫീൽ ഉണ്ട്. കാരണം ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് വെയിറ്റ് ആണ്. അപ്പോൾ അത് കാരണം 2 കയ്യിൽ പിടിക്കുമ്പോൾ തീരെ വെയിറ്റ് ഇല്ലാത്ത പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. നമുക്ക് എൻ്റെ ചാനലിൽ തന്നെ ഏതെങ്കിലും വീഡിയോ എടുത്ത് നോക്കി നോക്കാം. സൗണ്ട് ആയിട്ട് നോക്കിയോട്ടെ. നോ കോസ്റ്റ് EMI 12 മാസം എടുത്തു. അതുകൊണ്ടാണ് SBI കാർഡ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാറുള്ളൂ. അത് ഉപയോഗിച്ച് വീഡിയോ കാണുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ പ്ലേ ആവുന്നുണ്ട്. സൗണ്ട് നല്ല ലൗഡാണ്, പക്ഷേ ക്ലാരിറ്റി കുറച്ച് മിസ്സിംഗ് ആണ്. ഹെഡ്സെറ്റ് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഇതിൽ ഡോൾബി സപ്പോർട്ട് ഉണ്ട്. ഡൈനാമിക് ഓൺ ആണ്. ഇത് ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ സൗണ്ട് ക്വാളിറ്റി വരും. ഇതിന് ഡുവൽ സ്പീക്കേഴ്സ് ആണ് മുകളിലുള്ളത്. ഇത് ഇവിടെയായിട്ട് ആണ് സ്പീക്കേഴ്സ് ഉള്ളത്. ഡുവൽ സ്പീക്കറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തേക്കാം മ്യൂസിക് കേട്ടിട്ട്. ഇപ്പോൾ ഇതിൽ യൂട്യൂബിൻ്റെ തന്നെ ഫ്രീ മ്യൂസിക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാമായിട്ടുള്ള മ്യൂസിക് നോക്കി നോക്കാം. ഇതിലൊന്നും മനസ്സിലാവുന്നില്ല. ഫുൾ വോളിയത്തിലാണ് ഞാൻ ഇട്ടേക്കണത്. അപ്പോൾ നല്ല ലൗഡായിട്ടുള്ള വോയിസ് തന്നെയാണ്. ക്ലാരിറ്റി അത്രയും പെർഫെക്റ്റ് ഫുൾ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഹിപ്പ് ഹോപ്പ് ടൈപ്പ് നോക്കി നോക്കാം. അപ്പോൾ റോക്കും സൗണ്ട് വൈസ് അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് അത്രയും ഫുൾ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഹെഡ്സെറ്റിൽ ഡോൾബി മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ പാട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ സ്പീക്കർ വൈസ് ഓക്കെ സ്പീക്കർ എന്ന് വേണമെങ്കിൽ പറയാം. വീഡിയോ വൈസ് നല്ല ക്വാളിറ്റിയിൽ വീഡിയോസ് പ്ലേ ആവുന്നുണ്ട്. നമുക്ക് ഇനി അടുത്തത് ബ്രൗസിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ, സ്പീഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ. ജസ്റ്റ് ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം റെസ്പോൺസീവ്നെസ് ഉണ്ട്. ഈ ടാബ് എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം ഒന്ന് സിനിമ കാണാൻ, അതായത് വീഡിയോ കണ്ടന്റ്സ് യൂട്യൂബൊക്കെ വാച്ച് ചെയ്യാൻ, പിന്നെ ബ്രൗസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ രണ്ടും കണ്ടു. ഇതല്ലാതെ ഇതിൽ PDFs ഓൺലൈൻ ബുക്സ് വായിക്കാനാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം വലുതായിട്ട് നമുക്കൊരു ഒരു സാധാരണ ബുക്കിൻ്റെ അത്ര വലുപ്പത്തിൽ തന്നെ നമുക്ക് സൂം ചെയ്ത് വായിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ക്ലിയർ ആയിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു കാര്യത്തിനൊക്കെ വളരെ അടിപൊളി ലാപ്ടോപ്പ് തന്നെയാണ്. കാരണം വലിയ സ്ക്രീൻ ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്, ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ അടങ്ങുന്നുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉള്ള ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിത്തത്തിൻ്റെ കാര്യത്തിനൊക്കെ യൂസ് ചെയ്യാം. കാരണം സിമ്മും ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഇന്റർനെറ്റ് വൈഫൈ വീട്ടിലില്ലെങ്കിൽ കൂടി സിം ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു എക്സ്ട്രീം പെർഫോമൻസ് എത്രത്തോളം പോകുമെന്ന് നോക്കിയാൽ നമുക്ക് ഗെയിം ഇട്ടോ. ഞാൻ ഇതിൽ ആസ്ഫാൾട്ട് അതേപോലെ തന്നെ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആസ്ഫാൾട്ട് 9 ഞാൻ ഇതിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം സ്മൂത്താന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഗെയിമിൽ ഓടിയാൽ തന്നെ കുറേ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗെയിമിങ്ങിന് പറ്റിയൊരു ടാബ്ലറ്റ് അല്ല. ഇതിപ്പോൾ ജസ്റ്റ് എന്താ പറയുക, ബേസിക് ആയിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ച കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഓൺലൈൻ ക്ലാസ് അതേപോലെ തന്നെ PDFs വായിക്കാനും മൂവീസ് വാച്ച് ചെയ്യാൻ പറ്റിയ ടാബ്ലറ്റ്. ഇപ്പോൾ ഇത് ഗെയിം ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ആസ്ഫാൾട്ട് 9 ഭയങ്കര സ്ലോ ആയിട്ടാണ് ലോഡ് ചെയ്തത്. നമുക്കൊന്ന് ജസ്റ്റ് ഒരു റൗണ്ട് കളിച്ചോ. ഗ്രാഫിക്സ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും പിക്സലേറ്റ് ആവുന്നുണ്ട്. ഹൈ ഗ്രാഫിക്സ് അല്ല ഇട്ടേക്കുന്നത്, ഡിഫോൾട്ടാണ്. അതായത് ഏറ്റവും നോർമൽ സെറ്റിങ്സിലായിരിക്കും ഉള്ളത്. ലാഗ് ആവുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ ഗെയിം കളിക്കാൻ അത്രയ്ക്ക് പെർഫോമൻസ് ഉള്ളൊരു ടാബ്ലറ്റ് അല്ല അത്. കാരണം സ്റ്റക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക്, ഗ്രാഫിക്സ് അത്രയും ക്വാളിറ്റി ഇല്ല, ലാഗ് ആവുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഗെയിമിങ്ങിന് പറ്റില്ല. നമുക്ക് ഏതായാലും ഒരു ഗെയിം കൂടി ചുമ്മാ ഞാൻ കാണിച്ചു തരാം. ഫ്രീ ഫയറും കൂടി നോക്കി വെക്കാം. ഇതിലാകപ്പാടുള്ള 2GB റാമും 32GB മെമ്മറിയാണ്. എക്സ്പാൻഡബിൾ മെമ്മറി സ്ലോട്ട് അവൈലബിൾ ആണ്. ഇതേ സെയിം മോഡലിൻ്റെ 3GB ഉണ്ട്, വേരിയൻ്റ് ഉണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ വേരിയൻ്റായ 4GB + 128GB ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഗെയിം കളിക്കാൻ പറ്റുമായിരിക്കും. കാരണം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മെമ്മറി എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെയും ആ ഒരു മോഡൽസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ഇതിലേക്കും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഗെയിമാണ് നിങ്ങളുടെ മെയിൻ ഉദ്ദേശമെങ്കിൽ, ഒരു ഇത്തിരി കൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ മോഡൽസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ആ മോഡലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഗെയിമിൽ ലോഡാവാൻ ഏകദേശം 1-2 മിനിറ്റ് എടുത്തു മൊത്തത്തിൽ. ഇനിയിപ്പോൾ ഞാൻ പ്ലേ കൊടുത്തിട്ടുണ്ട്, ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് മാച്ച് മേക്കിംഗ് നടക്കുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ വിഷ്വലൊന്നും വന്നിട്ടില്ല. അപ്പോൾ വന്നു.
അത് നോക്കി കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ഒന്നും അത്രയും പക്ക ഗ്രാഫിക്സ് അല്ല, എന്നാലും ഉണ്ട്. കില്ല ഓൾറെഡി തുടങ്ങിയ ആൾക്കാർ. ഇപ്പോൾ ഗെയിം ലോഡാവണ വരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ലോഡായതിനു ശേഷം പ്ലേ ആവല് ഒരു ലാഗും ഇല്ല. ഫ്രീ ഫയർ മറ്റേ അസ്ഫാൾട്ട് പറ്റില്ല. അസ്ഫാൾട്ട് ഭയങ്കര ഒരു കില്ല് കിട്ടി. ഓക്കെ, അപ്പോൾ ഫ്രീ ഫയർ ഒക്കെ കളിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് തന്നെ, പറ്റിയ ടാബ് തന്നെയാണ്. അസ്ഫാൾട്ട് പറ്റില്ല. അപ്പോൾ അത് PUBG എന്ന് പറയുന്നതൊക്കെ 2 GB മേലുള്ള ഗെയിംസാണ്. അപ്പോൾ ഇത് 700 MB ഗെയിമാണ്. അപ്പോൾ അതിന് കുറച്ച് ഈ ഒരു സെറ്റപ്പിലുള്ള ടാബ് തന്നെ മതിയായിരിക്കും. അപ്പോൾ ഗെയിം കളിക്കുന്നില്ല പെട്ടെന്ന് കറണ്ട് പോയി, അപ്പോൾ വൈഫൈ കട്ടായി. അതാണ് ഗെയിമിൻ്റെ ഫുള്ള് കാണിക്കാൻ പറ്റാഞ്ഞത്. അത് നോർമൽ സെറ്റിങ്സിൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സ്മൂത്തായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട് ഫ്രീ ഫയർ. പക്ഷേ PUBG ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത ഈ ലെവലിൽ കിട്ടുമെന്ന് അറിയില്ല, കാരണം 2 GB അടുത്ത് വരെ PUBGയുടെ സൈസ് ഉണ്ട്. ഇത് 700 MB ഗെയിമുള്ളൂ. അപ്പോൾ ഫ്രീ ഫയറിന് നല്ലൊരു ടാബ്ലറ്റ് തന്നെയാണ്. ആസ്ഫാൾട്ട് നടക്കില്ല. അപ്പോൾ ഗെയിമിങ്ങിന് അത്രയും ബെസ്റ്റ് ടാബ്ലറ്റ് അല്ല, എന്നാലും ചെറിയ രീതിയിലുള്ള ഗെയിംസ് കളിക്കാൻ പറ്റും. ഫ്രീ ഫയർ കളിക്കാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ലാതെ. ഇതുവരെ ഹീറ്റൊന്നും ആയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ചെറിയ ഗെയിംസ്, ഹിൽ ക്ലൈംബ് റേസിംഗ് അങ്ങനത്തെ ഗെയിംസിനൊക്കെ നല്ലതായിരിക്കും. പക്ഷേ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി മെമ്മറി കൂടുതലുള്ള മോഡൽസ് ഉണ്ട്. അതായത് കുറച്ച് വില കൂടിയ ലെനോവോ ടാബ്ലറ്റ്സ് ഉണ്ട്. അതൊക്കെ ഗെയിമിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്, നല്ല രീതിയിൽ ഗെയിംസ് കളിക്കാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഫീച്ചേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിലെ ഒന്ന് സ്ക്രീൻ അസിസ്റ്റൻറ്റ് എന്ന ഫീച്ചറാണ്. അപ്പോൾ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ്, സ്ക്രീൻഷോട്ട്, പിന്നെ ഐ പ്രൊട്ടക്ഷൻ മോഡ്. അപ്പോൾ വായിക്കുമ്പോൾ ഈ മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് സ്ട്രെയിൻ വരില്ല. അപ്പോൾ അതല്ലാതെ പാൻ വെച്ച് നമുക്ക് അത്യാവശ്യത്തിൽ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതിയെടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഇതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രീൻഷോട്ടായി. അപ്പോൾ എന്തെങ്കിലും എഴുതിയെടുക്കണമെങ്കിൽ പെട്ടെന്ന് പറ്റും. ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനേബിൾ ചെയ്തിടാം, ഇല്ലെങ്കിൽ ഓഫ് ആക്കിയിടാം. ഇത് ക്ലിയർ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയി. അപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് ഗൂഗിൾ ടാബ്സ് മാത്രമാണ് ഇപ്പോൾ വരുന്നത്, കാരണം ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ UI ആയിരിക്കും. എനിക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് കുറച്ചുകൂടി താല്പര്യം എല്ലാത്തിലും. എൻ്റെ ഫോൺ ഗൂഗിൾ പിക്സലായാലും സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിളിൻ്റെ ആപ്സൊക്കെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്ത ടെലഗ്രാം, വാട്സാപ്പ്, പിന്നെ ഫ്രീ ഫയർ, അസ്ഫാൾട്ട്. അപ്പോൾ നമ്മൾ ടാബ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 4G സിം ഇടാൻ പറ്റിയ മോഡലെല്ലാം കോൾ സപ്പോർട്ട് ചെയ്യില്ല. വോൾട്ടേജ് സപ്പോർട്ട് ഉള്ളതിൽ മാത്രമേ കോൾസൊക്കെ എടുക്കാനും അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ജിയോയുടെ സിം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കോൾസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആണ്ടിൽ ഇപ്പോൾ കോള് വരുന്നുണ്ട്, കോൾ എടുക്കാനും സംസാരിക്കാനും പറ്റും. അപ്പോൾ ഇതിൽ സംസാരിക്കുമ്പോൾ ലൗഡ് സ്പീക്കറിലായിരിക്കും സൗണ്ട് ഉണ്ടാവുക. ഹലോ ആണ്ട, ലൗഡ് സ്പീക്കറിലാണ് നിങ്ങൾക്ക് കേൾക്കുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ എപ്പോഴും ഹെഡ്സെറ്റ് കുത്തിയിട്ട് സംസാരിക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും, പക്ഷേ ഭയങ്കര ലൗഡായിട്ടുള്ള സംസാരം. അപ്പോൾ സംസാരം എപ്പോഴും പ്രൈവസി വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഹെഡ്സെറ്റ് കുത്തിയിട്ട് മാത്രമേ യൂസ് ചെയ്യുക. അപ്പോൾ ലെനോവോയുടെ M10 REL എന്ന് പറഞ്ഞ ടാബ്ലറ്റിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ടാബ്ലറ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ കറൻ്റ് ഓൺലൈൻ ക്ലാസ് നടക്കുന്നതുകൊണ്ട് സ്റ്റുഡൻസിനാണ്. കാരണം ഡോക്യുമെന്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്ക്രീൻ ആയതുകൊണ്ട് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ വലിയ സ്ട്രെയിൻ ഉണ്ടാവില്ല കണ്ണിന്. പിന്നെ ഇതിൽ തന്നെ സെറ്റിംഗ്സിൽ ഓരോ മോഡ്സ് ഉണ്ട്, ഇപ്പോൾ കണ്ണിന് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഓൺ ആക്കിയിട്ടാൽ മതി. ഇപ്പോൾ യൂസബിലിറ്റി എന്തിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബ്രൗസ് ചെയ്യാൻ, അതേപോലെ തന്നെ മൂവീസ് എൻജോയ് ചെയ്യാൻ. അപ്പോൾ ഇതിലുള്ള ഡുവൽ സ്പീക്കറാണ്, നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് തന്നെയാണ്, പക്ഷേ ക്ലാരിറ്റി അത്രയ്ക്ക് ഇല്ല. അപ്പോൾ അത് ഓക്കെ സ്പീക്കർ എന്ന രീതിയിൽ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ സിം ഇട്ടിട്ട് വോൾട്ടേജ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കോൾസ് എടുക്കാനും വിളിക്കാനും പറ്റും, വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഈ എല്ലാ ടാബ്ലറ്റിനും ഈ കോൾ ചെയ്യാനുള്ള ഫീച്ചർ ഒന്നും ഇല്ല. ഇപ്പോൾ സിം ഇടാൻ പറ്റിയ മോഡലാണെങ്കിൽ വോൾട്ടേജ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു ടാബ്ലറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ബുക്സ് ഒക്കെ വായിക്കുന്നവർക്ക് ഈ ടാബ്ലറ്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം 10 ഇഞ്ച് സ്ക്രീൻ ആകുമ്പോൾ ഏകദേശം ഒരു പുസ്തകത്തിൻ്റെ പേജിൻ്റെ വലുപ്പമായി. അപ്പോൾ ആ PDF ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ടാബിൽ തന്നെ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇത് സ്യൂട്ടബിൾ അല്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ ഗെയിമിംഗ് കൂടിയാണ് നിങ്ങളുടെ ടാബ്ലറ്റ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഒരിക്കലും ഈ മോഡൽ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, ആകപ്പാടെ നമുക്ക് ഒരുവിധം സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റിയത് ഫ്രീ ഫയർ മാത്രമാണ്. അസ്ഫാൾട്ട് ഒന്നും വലിക്കുന്നേ ഉണ്ടായിരുന്നില്ല, ഭയങ്കര സ്റ്റക്കും അതേപോലെ പിക്സലേറ്റും ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഗെയിമൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മോഡൽ ഉണ്ട് ലെനോവോയുടെ തന്നെ. ഈ സെയിം മോഡൽ തന്നെ, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ പ്രൊസസ്സർ, കുറച്ചുകൂടി ബെറ്റർ സ്പെക്സ് ആയിട്ടുള്ളത്, റാമും കൂടിയതും മെമ്മറി കൂടിയതൊക്കെ. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആവുന്നത്. ആ ഒരു മോഡലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ മെയിൻ യൂസ് ഇപ്പോൾ ബുക്സ് വായിക്കാനും അതേപോലെ തന്നെ മൂവീസ് എൻജോയ് ചെയ്യാനും ബ്രൗസ് ചെയ്യാനും, പിന്നെ ഇപ്പോൾ സിം ഇട്ട അവിടെ മോഡൽ വേണമെങ്കിൽ അതിന് ഏറ്റവും ചീപ്പസ്റ്റ് ബെസ്റ്റ് മോഡൽ ഇത് തന്നെയാണ്. അണ്ടർ 15,000 സിം ഇട്ടിട്ട് കോൾ ചെയ്യാൻ പറ്റിയ
ടാബ്ലറ്റ്. അപ്പോൾ ഇതല്ലാതെ വൈഫൈ മാത്രമുള്ള മോഡലാണെങ്കിൽ ഇതിനേക്കാളും 1000 രൂപ കുറവായിരിക്കും. ആ ഒരു മോഡലിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ടാബിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് എനേബിൾ ആക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ അൺബോക്സിൻ്റെ വീഡിയോസ്, ടെക് ടിപ്സിൻ്റെ വീഡിയോസ്, റിവ്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.